VSനെ കാണാൻ വീണ്ടും തിരക്ക്. ആർത്തലമ്പിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി പുന്നപ്രയുടെ സമരനായകൻ VS തന്റെ പ്രിയ സഖാക്കൾക്കൊപ്പം ചേർന്നു കഴിഞ്ഞു. തലമുറകൾ കൈമാറുന്ന തീജ്വാലയായി VS. ഒരു നൂറ്റാണ്ട് നീണ്ട വിപ്ലവ സ്മരണകൾ അവശേഷിപ്പിച്ച് മടങ്ങിയിട്ടും പക്ഷേ VS മരിച്ചെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല. വലിയ ചുടുകാട്ടിലേക്ക് പ്രിയ നേതാവിന്റെ ശേഷിപ്പുകൾ കാണാനും അഭിവാദ്യമർപ്പിക്കാനും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറി വീണ്ടും മടങ്ങി നീ എത്തുമോ പുന്നപ്രഭൂമിതൻ പുന്നാരമുത്തേ, പോരാട്ട വീതികൾക്കാവേശമായി മടങ്ങി നീ എത്തുക വിപ്ലവ സൂര്യ. ഇല്ല മരിക്കുകയില്ലൊരു നാളും ഞങ്ങളിൽ ചങ്കിലെ ചോരയാൽ നീയാണ് ഒഴുകിയെത്തിയിടും പ്രിയ സഖാവേ. വിയസേ പുന്നാരമുത്തേ, കണ്ണാണ് കരളാണ് ചങ്കിലെത്തിയാണ് പോരാട്ട ഭൂമിക്കൊരൂർജമായെന്നും അലകിന്റെ അഗ്രത്താൽ ചരിത്രം കുറിച്ചൊരു പുന്നപ്രഭൂമിതൻ വീരപോരാളി. അന്ത്യാഭിവാദനം പ്രിയ സഖാവേ. ചെങ്ങമ്പുഴയുടെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം അറിയുന്ന, അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അനീതിയോട് കലഹിക്കുന്ന പോരാളിയാണ്. മനുഷ്യ മനസ്സിന്റെ വിപ്ലവകാരിയാണ് സഖാവ് VS. മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യന് വേണ്ടി പോരടിക്കുന്ന വിപ്ലവകാരി, അതാണ് സഖാവ്. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അങ്ങ് പടിഞ്ഞാറ് അസ്തമിച്ച് കിഴക്കുതിക്കുന്ന വിപ്ലവ സൂര്യൻ കേരളത്തിന്റെ ജനമനസ്സുകൾ. ഞങ്ങൾ ഈ മാസിന്റെ ഭാഗമായി സഞ്ചരിച്ചവരാണ്. അവിടെ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇവിടെ എത്തും വരെ 102 വയസ്സുള്ള ആ പോരാട്ട വീര്യത്തിന് ഇന്ന് കൂട്ടുകാർ 16 വയസ്സുള്ള യുവത്വമാണ്. കണ്ണേ കരളേ VSയെ, ഞങ്ങൾ തൻ ചങ്കിലെ ചെന്താരകമേ എന്ന് ആർത്താർത്ത് വിളിച്ചത്. അതാണ് പോരാട്ടം, അതാണ് വീര്യം, അതാണ് ഊർജം. മരണമുണ്ടോ VSന്? ഒരിക്കലും. ഞങ്ങൾ വിളിക്കുന്നു, സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും മണ്ണും മനുഷ്യനുമുള്ള കാലം വരെ അടങ്ങുകയില്ല, മരിക്കുകയില്ല. ഒരിക്കലും സഖാവ് VS മരിക്കുകയില്ല. മണ്ണും മനുഷ്യനും ഉള്ള കാലം വരെ സഖാവ് VS ജ്വലിക്കുന്ന ഓർമ്മയായി പോരാട്ട വീഥികളിൽ പൊരുതുന്ന യുവത്വത്തിന്, ക്ഷുഭിത യൗവനത്തിന് ആ കുറിയ മനുഷ്യന്റെ നീണ്ട വാക്കുകൾ എന്നെന്നും ഊർജമായി നിലകൊള്ളുക തന്നെ ചെയ്യും ഈ മണ്ണുള്ള കാലത്തോളം. അഭിവാദനങ്ങൾ. പലർക്കും സങ്കടം അടക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. വിതുമ്പിക്കരഞ്ഞും പൊട്ടിക്കരഞ്ഞുമൊക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഇടമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുകയാണ് VSനെ കാണാൻ അവിടേക്ക്. ഏറ്റുമാനൂരിലാണ് കാണാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് നേരത്തെ കണ്ടിട്ടില്ലേ VSനെ? ധാരാളം കണ്ടിട്ടുണ്ട്. എന്തിനാണ് കരയുന്നത്? മനുഷ്യർക്ക് മരണം എല്ലാവർക്കും ഉള്ളതല്ലേ, പിന്നെ കരയുന്നത് എന്തിനാണ്? VSനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ ഓടിയെത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ VSന് വേണ്ടി ഇങ്ങനെ കരയുകയും ഇങ്ങനെ VSന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നത്? മനുഷ്യ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ലവനാണ്. എന്ത് പറയണം എനിക്ക് തന്നെ അറിയത്തില്ല, പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ്. വിട്ടുപിരിഞ്ഞു പോയതിൽ അഗാധമായ ദുഃഖം സങ്കടവും ഉണ്ട്. പ്രായമായില്ലേ, പോകാതിരിക്കാൻ പറ്റുകയുള്ളൂ. ഈ ആളുകളുടെ ഒഴുക്കിങ്ങനെ നിലയ്ക്കാത്തത് കൊണ്ട് തന്നെ ഈ ചിത ഇങ്ങനെ ഒരാഴ്ച നിലനിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. VS ഈ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ നേതാവാണ്. അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു. ജനങ്ങൾക്ക് വന്നവർക്കെല്ലാം സഖാവ്
VSന്റെ മൃതശരീരം, ഭൗതിക ശരീരം കാണുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ചുടുകാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം ഒരാഴ്ചക്കാലം ഇവിടെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, ആൾക്കാർക്ക് വരാനും കാണാനും വേണ്ടി. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഈ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഹ VS ആണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേതൃത്വമായി പങ്കുവച്ചത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്നപ്പോൾ മറ്റ് പല ജോലികളിലേക്കും പോകണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായിട്ട് വന്നവരായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത സഹ VSനെ പോലുള്ളവരുടെ ഇടപെടേണ്ട ഭാഗമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഒരു ജോലിക്കും പോകാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു. ഞങ്ങളുടെ SFIയിലും DYFIയിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്കും CPMന്റെ ഉന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഞങ്ങളുടെ നേതാവായിരുന്നു സഹ VSന്റെ പ്രവർത്തനവും VSന്റെ സമീപനവും VSന്റെ ഇടപെടലുകളും എല്ലാം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആവേശമായിരുന്നു. VS ആയിരുന്നു ഞങ്ങളുടെ മാതൃകാപരമായി ഞങ്ങളുടെ പ്രവർത്തനത്തിൽ. അടിമസമാനമായ ജീവിതത്തിൽ നിന്ന് കർഷക തൊഴിലാളികളെ മനുഷ്യനാക്കാൻ പഠിപ്പിച്ച നേതാവിൻ്റെ പുതിയ തലമുറയും എത്തുകയാണ് അവിടേക്ക്, പുതിയ പറഞ്ഞു കേട്ട കഥകൾ മനസ്സിലാക്കിക്കൊണ്ട്. എന്താന്ന് ചോദിച്ചാൽ ആരാടാന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ ബൂത്തിലാണ്, ഞാൻ പുള്ളീന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കണ്ണേകറിലെ VS എന്താടാന്ന് ചോദിച്ചാൽ ആരാടാ തിരിച്ചു ചോദിക്കാൻ പഠിപ്പിച്ചു. അതന്നെ VS ചെയ്തല്ലേ? അതെ. കണ്ണേകറിലെ വിളിച്ചോ? ഇന്നലെ നേരിട്ട് കണ്ടോ? വിളിച്ചോ? വിളിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ രസമുണ്ട്. കണ്ണേകറിലെ VS, നമ്മുടെ നെഞ്ചിലെ റോസാപ്പൂവേ. അങ്ങനെ തലമുറകൾ കൈമാറുകയാണ് VSന്റെ ചരിതം. VSന്റെ വിയോഗത്തിന് പിന്നാലെ വികാരനിർഭരമായ കുറിപ്പ് ഇന്ന് പങ്കുവച്ചിരിക്കുകയായിരുന്നു മകൻ VA അരുൺകുമാർ. ഇന്നത്തെ പ്രഭാതം അച്ഛനൊപ്പമില്ലെന്ന തിരിച്ചറിവിൻ്റേത് കൂടിയാണ് എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. VSനെ അവസാനമായി കാണാനെത്തിയ ജനങ്ങളോടും പാർട്ടിയോടും ആശ്വസിപ്പിക്കാനെത്തിയവരോടും നന്ദി അറിയിക്കുന്നതായി അരുൺകുമാർ കുറിച്ചു. അച്ഛനൊപ്പം ബസ്സിൽ ചുടുകാട് വരെയുള്ള യാത്രയിൽ കൺമുന്നിലൂടെ ഒഴുകി നീങ്ങിയ ജനസമുദ്രത്തെ കൂപ്പുകൈകളോടെ സ്മരിക്കുന്നുവെന്നും അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. VSന്റെ കുടുംബാംഗങ്ങളും ഇന്ന് അവിടെ എത്തി. ജനങ്ങൾക്കും പാർട്ടിക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മകൻ VA അരുൺകുമാർ സംസാരിച്ചത്. വിയോഗം പെട്ടെന്നുണ്ടാവുമെന്നുള്ള ഒരു വിചാരം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നു. 21-ാം തീയതി ഉച്ചയാകുമ്പോഴാണ് കൺട്രോളിൽ നിന്ന് പോകുന്ന പോലെ എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ പറയുന്നത്. ഞങ്ങൾ 23-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ സമയത്താണ് MI ഹാർട്ട് അറ്റാക്ക് വന്നാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ ചെല്ലുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. ആര് ചോദിക്കുമ്പോഴും നമ്മൾ ബെറ്ററായി വരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ പാർട്ടി നേതാക്കന്മാരും അച്ഛനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ ഒരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായി എന്നുള്ള വിവരം അവരും എല്ലാവരും അറിയുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ പറയുക എന്നുള്ളത്. സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് അച്ഛനെ കാണാനും ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരുന്നവരെ ഉള്ള ആളുകളുടെ ഒരു വികാരമൊക്കെ അണയാത്ത തീജ്വാലയായി VS ഇനിയും തലമുറകളിലേക്ക് കത്തിപ്പടരുക തന്നെ ചെയ്യും. നമ്മളിനി നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് പ്രമാദമായതും ചർച്ച ചെയ്തതുമായ കേസുകളുടെയും സംഭവങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. വാർത്തകളായ